നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ലോകം മുഴുവൻ പ്രണയം ആഘോഷിച്ച് വാലന്റൈൻസ് ദിനത്തിൽ ഹരിയാനയിലെ ഒരു വീട്ടിൽ യുവദമ്പതികളുടെ ആഘോഷം അവസാനിച്ചത് ക്രൂരമായ കൊലപാതകത്തിൽ. പ്രണയദിനം ഒന്നിച്ചാഘോഷിച്ചതിന് പിന്നാലെ വൈകുന്നേരത്തോടെ ഭർത്താവ് ഭാര്യയെ അതിക്രൂരമായി കൊലപ്പെടുത്തുകയായിരുന്നു. ഭർത്താവിനൊപ്പം വാലന്റൈൻസ് ദിനം ആഘോഷിച്ച് വീട്ടിലേക്ക് മടങ്ങിയ യുവതി കൊല്ലപ്പെട്ട സംഭവത്തിലെ ദുരൂഹത ചുരുളഴിച്ച് പോലീസ്. ആസൂത്രണം നടത്തി ഭർത്താവായിട്ടുള്ള അൻഷുൽ ധവാൻ തന്നെയാണ് മഹക്, അതായത് യുവതിയുടെ പേര്, മഹക്കിനെ കൊലപ്പെടുത്തിയതെന്ന് കണ്ടെത്തുകയായിരുന്നു. വീട്ടിൽ കവർച്ചയ്ക്കിടെ ഭാര്യ കൊല്ലപ്പെടുകയായിരുന്നുവെന്നാണ് അൻഷുലിന്റെ വാദം. ഇതാണ് പോലീസ് ഇപ്പോൾ പൊളിച്ചത്. ഹരിയാനയിലെ ഇസ്സർ ജില്ലയിലെ ബഹാദുർഗഡിലാണ് സംഭവം നടന്നിരിക്കുന്നത്. വാലന്റൈൻ ദിനത്തിലെ സായാഹ്നം ഒരുമിച്ച് ചെലവഴിച്ച യുവദമ്പതികൾ തുടർന്ന് അത്താഴം കഴിച്ച ശേഷമാണ് വീട്ടിലേക്ക് മടങ്ങിയത്. പിന്നാലെയായിരുന്നു മഹക്കിന്റെ കൊലപാതകം. പിറ്റേന്ന് രാത്രി 11 മണിയോടെ പോലീസിനെ വിളിച്ച് അജ്ഞാതരായ അക്രമികൾ തങ്ങളെ കൊള്ളയടിക്കാൻ ശ്രമിച്ചെന്നും ഭാര്യയുടെ കഴുത്തറത്തെന്നും അറിയിച്ചു. എന്നാൽ അന്വേഷണം ആരംഭിച്ചതോടെ അൻഷുലിന്റെ മൊഴികളിലെ നിരവധി പൊരുത്തക്കേടുകൾ പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഇയാൾ തുടർച്ചയായി മൊഴി മാറ്റി പറഞ്ഞു. അക്രമികളെക്കുറിച്ച് ഇയാൾക്ക് വിവരിക്കാൻ കഴിയാതിരുന്നതും പോലീസിന്റെ സംശയം വർദ്ധിപ്പിച്ചു. തുടർച്ചയായ ചോദ്യം ചെയ്യലിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റായ അൻഷുൽ ആസൂത്രിതമായി നടത്തിയ കൊലപാതകമാണെന്ന് പോലീസിന് വ്യക്തമായി. പോലീസിന്റെ ചോദ്യങ്ങൾക്ക് മുൻപിൽ പതറിയ അൻഷുൽ ഒടുവിൽ കുറ്റം സമ്മതിച്ചു. ഹിസാറിൽ താമസിച്ചിരുന്ന അൻഷുലും ഹാൻസിയിൽ നിന്നുള്ള മാഹിക്കും കഴിഞ്ഞ വർഷം സെപ്റ്റംബർ 25-നാണ് ഇരുവരും വിവാഹിതരായത്. പ്രണയദിനം ഇരുവരും ഒന്നിച്ച് ആഘോഷിക്കുകയും ചെയ്തു. തൊട്ടടുത്ത ദിവസമാണ് അതിക്രൂരമായ കൊലപാതകം നടന്നത്. ഗുരുഗ്രാമിലെ ബാങ്കിൽ ജോലി ചെയ്തിരുന്ന മഹക്കിന്റെ സ്വഭാവത്തിൽ അൻഷുലിന് സംശയമുണ്ടായിരുന്നുവെന്നും ഇത് അവർക്കിടയിൽ പതിവ് വഴക്കുകൾക്ക് കാരണമായെന്നും പോലീസ് പറഞ്ഞു. ഈ സംശയമാണ് ഒടുവിൽ മഹക്കിന്റെ കൊലപാതകത്തിലേക്ക് നയിച്ചത്. അൻഷുൽ മഹക്കിനെ ശ്വാസം മുട്ടിക്കുകയും തുടർന്ന് കത്രിക ഉപയോഗിച്ച് കഴുത്തറക്കുകയുമായിരുന്നു. വിരലടയാളങ്ങൾ പതിയാതിരിക്കാൻ അൻഷുൽ കയ്യുറകൾ ഉപയോഗിച്ചാണ് കൊലപാതകം നടത്തിയത്. ഇസാർ സ്വദേശി അൻഷുലും ഹൻസി സ്വദേശിയായ മഹക്കും കഴിഞ്ഞ വർഷം സെപ്റ്റംബർ 25-നാണ് വിവാഹിതരായത്. ആദ്യം കവർച്ചാ കേസായി തോന്നിയെങ്കിലും വിശദമായ അന്വേഷണത്തിൽ ഗുരുഗ്രാമിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റായ അൻഷുലിന്റെ ആസൂത്രിത പദ്ധതിയാണിതെന്ന് പോലീസ് കണ്ടെത്തുകയായിരുന്നു. സംഭവം നടന്ന് 18 മണിക്കൂറിനുള്ളിൽ പ്രതിയിലേക്ക് എത്താൻ പോലീസിന് സാധിച്ചു. സംഭവ സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചതോടെ അൻഷുലിന്റെ മൊഴിയിൽ ധാരാളം വൈരുദ്ധ്യങ്ങളുണ്ടെന്നും ഉദ്യോഗസ്ഥർക്ക് മനസ്സിലായി. ചോദ്യം ചെയ്യുന്തോറും അൻഷുൽ തന്റെ കഥ മാറ്റിക്കൊണ്ടിരുന്നു. അക്രമികളെ കുറിച്ച് വിശദീകരിക്കാൻ പോലും ഇയാൾക്ക് കഴിഞ്ഞില്ല. ഇത് പോലീസിനെ കൂടുതൽ സംശയമുണ്ടാക്കി. കൂടുതൽ ചോദ്യം ചെയ്തതോടെ അൻഷുലിനെ പിടിച്ചു നിൽക്കാനായില്ല. ഭാര്യയെ കൊലപ്പെടുത്തിയത് താനാണെന്ന് ഒടുവിൽ ഇയാൾ സമ്മതിക്കുകയായിരുന്നു. ഒരു CA-കാരന്റെ സൂക്ഷ്മതയോടെ കഥകൾ മെനഞ്ഞ അൻഷുലിനെ പോലീസിന്റെ ചോദ്യം ചെയ്യലിന് മുന്നിൽ അടിതെറ്റി. അക്രമികളെക്കുറിച്ച് ഓരോ തവണ ചോദിച്ചപ്പോഴും അൻഷുൽ വ്യത്യസ്ത ഉത്തരങ്ങൾ നൽകി. ശാസ്ത്രീയ പരിശോധന വീടിനുള്ളിൽ അതിക്രമിച്ച് കയറിയതിന്റെ ലക്ഷണങ്ങൾ കാണാതിരുന്നതും സംശയം വർദ്ധിപ്പിച്ചു. കയ്യുറകൾ, വിരലടയാളം പതിയാതിരിക്കാൻ ഇയാൾ നടത്തിയ ശ്രമങ്ങൾ ഒടുവിൽ പോലീസിന് മുന്നിൽ വെളിപ്പെട്ടു. ഗുരുഗ്രാമിലെ ഒരു സ്വകാര്യ ബാങ്കിൽ ജോലി ചെയ്തിരുന്ന മഹക്കിന്റെ സ്വഭാവത്തെക്കുറിച്ച് അൻഷുലിന് ഏറെ കാലമായി സംശയങ്ങളുണ്ടായിരുന്നു. ഇതും അവരുടെ ഇടയിൽ നിരന്തരമായ തർക്കങ്ങൾക്ക് കാരണമായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. ഈ സംശയമാണ് കൊലപാതകത്തിൽ അവസാനിച്ചത്. കൊലപാതക സമയത്ത് വിരലടയാളങ്ങൾ അവശേഷിപ്പിക്കാതിരിക്കാൻ അൻഷുൽ കയ്യുറകൾ ധരിച്ചിരുന്നു. ആദ്യം മഹക്കിനെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയും പിന്നീട് കത്തി ഉപയോഗിച്ച് അവരുടെ കഴുത്തറക്കുകയുമായിരുന്നു. ബദലി പോലീസ് സ്റ്റേഷൻ ഉദ്യോഗസ്ഥർ സംഭവ സ്ഥലത്തെത്തിയപ്പോൾ തന്നെ അൻഷുലിന്റെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയിരുന്നു. അക്രമികൾ എത്ര പേരുണ്ടായിരുന്നു എന്നതിനോ അവർ എങ്ങനെയാണ് രക്ഷപ്പെട്ടതെന്നോ കൃത്യമായി പറയാൻ അൻഷുലിന് കഴിഞ്ഞില്ല. ഓരോ തവണ ചോദിക്കുമ്പോഴും അയാൾ കഥകൾ മാറ്റിക്കൊണ്ടിരുന്നു. മഹക്കിന്റെ പിതാവ് കൃഷൻ കത്തൂറിയ സംഭവ സ്ഥലത്തെത്തിയപ്പോൾ അൻഷുലിന്റെ പരസ്പര വിരുദ്ധമായ സംസാരം കേട്ട് പോലീസിനോട് തന്റെ സംശയം പ്രകടിപ്പിച്ചു. എന്റെ മകൾ 5 മാസം ഗർഭിണിയായിരുന്നു. അവളുടെ ശരീരത്തിൽ കഴുത്തിന് ചുറ്റും ആഴത്തിലുള്ള മുറിവുകൾ ഉണ്ടായിരുന്നു. അൻഷുലിന്റെ മറുപടികൾ കേട്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് സംശയം തോന്നിയിരുന്നു എന്നാണ് യുവതിയുടെ പിതാവ് പ്രതികരിച്ചിരിക്കുന്നത്. പോലീസിന്റെ ശക്തമായ ചോദ്യം ചെയ്യലിന് മുന്നിൽ പിടിച്ചു നിൽക്കാനാവാതെ അൻഷുൽ ഒടുവിൽ കുറ്റം സമ്മതിച്ചു. ഇയാൾക്കെതിരെ കൊലപാതക കുറ്റത്തിന് FIR രജിസ്റ്റർ ചെയ്ത് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്.